എമ്പുരാന് മൂന്നാം ഭാഗമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ് തന്നെ. സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെയാണ് എമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുന്നത്. മാർച്ച് 27-നാണ് ആഗോള റിലീസായ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസുമായുള്ള പ്രശ്നങ്ങൾക്കിടെ എമ്പുരാൻ റിലീസ് നീട്ടിവെക്കേണ്ടി വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ശ്രീഗോകുലം മൂവീസ് ചിത്രത്തിലേക്ക് എത്തുന്നതും വിതരണാവകാശം സ്വന്തമാക്കുന്നതും. ഇതോടെയാണ് എമ്പുരാന്റെ പ്രതിസന്ധികൾ അവസാനിച്ചത്. ഇതിനു പിന്നാലെയാണ് മൂന്നാം ഭാഗത്തിന്റെ സൂചന സംവിധായകൻ പൃഥ്വിരാജ് തന്നെ നൽകുന്നത്. 3 ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നതെന്നാണ് സംവിധായകനായ പൃഥ്വിരാജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ 3ാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാകും ഒരുക്കുകയെന്നും സംവിധായകൻ പൃഥ്വിരാജ് പറയുന്നു. 2025 ജനുവരി 26-നാണ് ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് അണിയറ പ്രവർത്തകർ പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ചത്. ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് ഫെബ്രുവരി 26-നാണ് അവസാനിച്ചത്. ഏറ്റവും ഒടുവിലായി മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ 18 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ മാർച്ച് 27-നാണ് ചിത്രം റിലീസ് ചെയ്യാനൊരുങ്ങുന്നത്. ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസാകും ഇത്. ചിത്രത്തിന്റെ 3ാം ഭാഗവും മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി, നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂർ എന്നിവരുൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.